2025 ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നാം ആചരിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനം ഏതാണ്? അതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് പാമ്പാടും ചോലയാണ്. അതിന് കറക്റ്റായിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആൻസർ ഒരേ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആളുടെ പേരാണ് ദിനകരൻ. ദിനകരൻ എന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ ദിനകരൻ, കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മാർക്ക് ഏത്? ഇക്കോ മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൗൺ ടു എർത്ത് എന്ന ഒരു പരിസ്ഥിതി മാസികയുണ്ട്. ഈ മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആര്? ആൻസർ സുനിത നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ ഏത്? ആൻസർ പാനിപ്പത്ത്. നെക്സ്റ്റ്, പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആര്? ആൻസർ ജസ്റ്റിസ് PN ഭഗവതി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ആൻസർ വങ്കാരി മാതായി. അടുത്തത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് 1989 ആരുടെ നേതൃത്വത്തിലാണ്? അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് എന്നാണ് 1989. ഇനി ആരുടെ നേതൃത്വത്തിലാണ്? മേധാ പട്കറുടെ നേതൃത്വത്തിൽ 1989 സ്ഥാപിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അടുത്തത്, റംസാർ കൺവെൻഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? അതായത് എന്തിന്റെ സംരക്ഷണാർത്ഥമാണ് റംസാർ കൺവെൻഷൻ നിലവിൽ വന്നത്? അതായത് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ചെടി ഏത്? ആൻസർ ജിങ്കോ. ജിങ്കോ എന്ന് പറയുന്ന ചെടിയാണ് ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്നത്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ എടവക ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ലയിലെ എടവക എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? പെരിങ്ങളം. ഈ പെരിങ്ങളം വാട്ടർ മ്യൂസിയം ഏത് ജില്ലയിലാണെന്നറിയാം? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജല മ്യൂസിയം എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണെന്നറിയോ? അത് ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? അത് വയനാടാണ് കേട്ടോ. അടുത്തത്, റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്കിൻ്റെ പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏത്? ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ TV-യിലൊക്കെ? ഈ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ കൻഹ ദേശീയോദ്യാനം. ഈ കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനം ജംഗിൾ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്. അടുത്തത്, ഈ ചിപ്കോ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിൽ ചമോലി എന്ന് പറയുന്ന ജില്ല, ആ ജില്ലയിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിൽ?
സുന്ദർലാൽ ബഹുഗുണ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? അതിൻ്റെ ആൻസർ ഗ്യാൻ ഭാരതി. ഏതാണ് ഗ്യാൻ ഭാരതി? ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലെ ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി വേറൊരെണ്ണമുണ്ട് കേട്ടോ, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓസോൺ നാശനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടോകോളാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. നെക്സ്റ്റ്, ആമസോൺ മഴക്കാടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തെക്കേ അമേരിക്ക. അപ്പോൾ ഈ തെക്കേ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ എന്ന രാജ്യത്തിലും തെക്കേ അമേരിക്കയിലുമായിട്ട് ആണ് ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം? ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഈ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത്. ആസാമിൽ എവിടെയാണ്? കാസിരംഗ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ് ഏത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്.